പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് കാലമായി നിങ്ങൾക്ക് വ്ളോഗ് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ട് അതെനിക്കറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പേരിൽ ഇടാണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെങ്ങളെ മോന് 2 ദിവസം മുമ്പ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആള് ആദ്യം നമ്മുടെ എന്താ പറയുക ദുബായ് വഴി വന്ന ആൾ ദുബായ് വഴി വന്ന് അതിൻ്റെ ഇടക്കാണ് അവന് ഏകദേശം ഒരു 3 ദിവസം കഴിയുമ്പോഴാണ് ദുബായ് ബ്ലോക്ക് ചെയ്ത് സൗദി അറേബ്യ 20 രാജ്യങ്ങൾ ബ്ലോക്കാക്കി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങി. അങ്ങനെ 22 ദിവസം ആളവിടെ തങ്ങി. എന്നിട്ട് വീണ്ടും നാട്ടിലേക്ക് റിട്ടേൺ പോയി അവിടെ 2 ആഴ്ച തങ്ങി. പിന്നെ ബഹ്റൈൻ വഴി ആളിപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി ഇവിടെ എത്തി, സൗദി അറേബ്യയിലെത്തി. ഞങ്ങളെ കൂടെ ഉണ്ട് ആള്. സംസീറേ അപ്പോൾ ഇന്ന് നമ്മൾ തവക്കലിന് വന്നതിന് ശേഷം നമ്മൾ തവക്കലിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തവക്കൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഐ ബട്ടൺ കൊടുക്കുക, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തവക്കലിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഡ്രൈവ് ത്രൂ വഴി PCR ടെസ്റ്റ് ദമാമിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടി. നമ്മൾ ഏകദേശം ഒരു 10:20 കറക്റ്റ് ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിച്ച് നമ്മൾ കറക്റ്റ് ടൈമിലാണല്ലോ എത്തിപ്പെട്ട് കഴിഞ്ഞെന്നുണ്ടാൽ നമുക്ക് നമ്മൾ പറഞ്ഞ ടൈമിന് തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോണത് കേട്ടോ. ദമാമിൽ കൊറോണ ടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത വണ്ടികളത്. നമ്മളിപ്പോൾ എത്ര മണിക്ക് എത്തിയാൽ 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടി അല്ലേ? PCR ടെസ്റ്റിന് 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇപ്പോൾ അതാ 10:51 ആയിട്ടുണ്ട്. ഈ വണ്ടികൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 10:20 ഞങ്ങളിവിടെ എത്തിയതാണ്. 150 വണ്ടികൾ അപ്പുറത്തേക്ക് ഇതിൻ്റെ കോലം ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ 2 ലൈൻ കടന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ട്രാക്ക് കഴിഞ്ഞ്. ഇത് 3ാമത്തെ ട്രാക്കാണ് ഈ കാണാൻ. അതിൻ്റെ അപ്പുറത്ത് ഒരു 4ാമത്തെ ട്രാക്ക്, 5, 6 അങ്ങനെ ഒരു 7 ട്രാക്ക് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ PCR ടെസ്റ്റിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് എത്താൻ. കൊറോണ ടെസ്റ്റ് ചെയ്യാനുള്ള ആളിതൊക്കെ എടുക്കാൻ വേണ്ടി പോണ്. ഈ ട്രാക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും കഴിയാൻ സാധ്യതയുണ്ട്. ഞാളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടാ ബഹ്റൈൻ വഴി സൗദി അറേബ്യക്ക് വന്ന ആളാണ് ഇത് എടുക്കുന്ന ആള്. 6 ദിവസത്തെ സെൽഫ് ക്വാറന്റൈൻ ഉണ്ട്. പക്ഷേ സൗദി അറേബ്യത്തെ നിയമത്തിനനുസരിച്ചിട്ട് ഇവിടെ നമ്മളുടെ ഈ ക്വാറന്റൈൻ ടെസ്റ്റ് PCR ടെസ്റ്റ് നമ്മളിപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിഞ്ഞെന്നുണ്ടാൽ അതിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തവക്കയിൽ നമുക്ക് ഗ്രീൻ എത്തും. ഇപ്പോൾ ഓൾറെഡി ബ്ലൂ ആണ് അല്ലേ? ബ്ലൂ സിഗ്നലല്ലേ ഇപ്പോൾ കാണുന്നത്? അതൊന്ന് കാണിച്ചേ ആ ബ്ലൂ സിഗ്നൽ. അപ്പോൾ ബ്ലൂ ആണ് ഇപ്പോൾ കത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ പച്ചേ അതെന്തായാലും വരൂല, പച്ച വരൂല. എവിടെ? അതിപ്പോ ഇവിടെ കയറാൻ വേണ്ടി വന്നുണ്ട്. ഇങ്ങോട്ട് കയറണ പച്ച കാണിക്കണം. ഉടച്ച തമ്പുരാനെ. ഇത് വലിയ മറിമായാണുള്ളത്. എപ്പോൾ കാണിച്ചു തരാട്ടാ. ഇത് വലിയ മറിമായാണേ. ഇത്ര നേരം ഇവിടെ ഇത്ര നേരം ഇവിടെ ഇതായിരുന്നു, നീലായിരുന്നിട്ടാ. ഇപ്പോൾ ഇവിടെ പച്ച കാണിക്കുന്നത്. ഈ പച്ച കാണിച്ചാൽ നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റുക. ഇനിയിപ്പോൾ ഇത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് പച്ചരിക്കും ഉണ്ടാവുക. ഇത്ര നേരം നീലായിരുന്നു. ആൾക്ക് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? എന്ത് പറയാൻ, ഇവിടെ അങ്ങനെ കിടന്നുറങ്ങണം. 3 ദിവസമായി റൂമില്. മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. 3ാമത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങണം ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തോടെ ഇവിടെ സൗദി അറേബ്യയിൽ വന്ന് ഇറങ്ങിയിട്ട് നേരത്തോടെ പുറത്ത് സെൽഫ് ക്വാറന്റൈൻ കൂടാതെ നേരത്തോടെ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളവർ തവക്കലിന് ആപ്ലിക്കേഷനിൽ പോയിട്ട് കോവിഡ് ടെസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 24 മണിക്കൂറിന് ശേഷം നമുക്ക് 24 അല്ല 48 മണിക്കൂറിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ദമാമിൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് കൊറോണ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. ക്വാറന്റൈനിൽ സെൽഫ് ക്വാറന്റൈൻ ടെർമിനേറ്റ് ചെയ്യും. ടെർമിനേറ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇതിലത്തെ അവർക്ക് ഗ്രീൻ ആയിരിക്കും കാണിക്കുക. പിന്നെ നമുക്ക് സാധാരണ ജീവിതം അവിടെ നയിക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് വാക്സിനേക്കുള്ള രജിസ്ട്രേഷനാണ്. രജിസ്റ്റർ ചെയ്യുക. അവിടെ നല്ല വീതി ഉണ്ടായിരുന്നില്ല റോഡ്. എവിടുന്ന് അവിടെ മറ്റേ വണ്ടി പോണത് ഭയങ്കര വീതി കിട്ടിയല്ലോ. ഇനി എത്ര ട്രാക്ക് കഴിയണം? 1, 2, 3ാമത്തെ ട്രാക്കിൽ വണ്ടികളില്ല. അത് പോകുന്നുണ്ട്. കുറേ ആളുകൾ കണ്ട കാലിയാക്കിയിട്ട് അവിടെ അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അപ്പുറത്തെ ട്രാക്കിൽ ആളില്ല. അതോ വണ്ടികൾ കൂടുതൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഗ്യാപ്പുകൾ ഇട്ടിട്ട് പോയോണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്നതാണ് നമ്മളുടെ കൊറോണ ടെസ്റ്റിംഗ് സെൻറ്റർ. അങ്ങനെ ഞങ്ങള് 1 എയർപിന് 2 എയർപിന് 3 എയർപിന് കഴിഞ്ഞല്ലേ? 3 എയർപിന് ഇനി 4ാമത്തെ എയർപിന് 3 എയർപിന് കഴിഞ്ഞ് 4, 5 എയർപിന് കഴിഞ്ഞാൽ പിന്നെ 5 അല്ല 6 എയർപിന് കഴിയണം. 6 എയർപിന് കഴിഞ്ഞാൽ അവിടേക്ക് ഒരു ലൈൻ. ഇപ്പം എത്ര വണ്ടി ഉണ്ടാവും? ഏകദേശം ഒരു 50 വണ്ടിയിലും ഉണ്ടാവും അല്ലേ? ഇത്രയും വണ്ടികൾ ഇങ്ങനെ നമ്മൾ ലൈനായിട്ട് നിന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വരാൻ ആഗ്രഹമുള്ളവർ ഒരു 10:00ക്കാണ് അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു 8 മണിക്കെങ്കിലും എത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, 8:30ക്കുള്ളവർ 10:30, 11 മണിക്കൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടിയവർ ഒരു 8 മണിക്കെങ്കിലും ഇവിടെ എത്താൻ വേണ്ടി നോക്കുക. വണ്ടി എടുത്തോ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ അല്ലേ നമ്മൾ 1 മണിക്കൂറല്ല 1.5 മണിക്കൂർ കാത്തുന്നതിൻ്റെ ശേഷമാണ് ഇവിടുന്ന് ഇതിൻ്റെ സീന് കറക്റ്റ് കാണാം. ഇതാണ് അവസ്ഥ. ഒരു ചെക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളൂ കേട്ടോ 1.25 മണിക്കൂറിന് ശേഷം. ഇനി 3 ട്രാക്ക് ഉണ്ട്. ഇനി ചെക്ക് പോയിന്റ് കഴിഞ്ഞ് അതോ നമ്മൾ എടുത്ത് ഈ അപ്പോയിൻമെന്റ് ഇവിടെ കാണിച്ചു കൊടുക്കണം ചെക്ക് പോയിന്റിൽ. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രാക്കിലേക്ക് കയറ്റി പിന്നെ അങ്ങോട്ടേക്ക് പോക്കണം. നമുക്ക് ആ ട്രാക്ക് പിടിച്ചൂടെ? ഏത് ട്രാക്കിലാണ് കാര്യമുള്ളത്? ഈ ട്രാക്കിൽ തന്നെ കാര്യം. ഇതിൽ കൂടുതലുണ്ട്. അപ്പോയിൻമെന്റ് കേട്ടോ. അപ്പോയിൻമെന്റ് എടുത്തില്ല. ചെക്ക് പോയിന്റ് കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റിനുള്ള ഇത് ട്രാക്കിൽ കയറിട്ടാ. നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന ഈ അകത്ത് കയറണോണ്ടോ? ഇല്ല, അത് ഇവനകത്ത് കയറിക്കോളും. അതാ പറഞ്ഞത്. എന്നാലും നമ്മളെ പുറത്ത് നിർത്തിയില്ല. മാസ്ക് ശരിക്കും മാസ്ക് നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് വേണം. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ ചെക്കൻ്റെ മൂക്കിലോട്ട് എന്ത് കയറ്റും? കൊള്ളി കമ്പ് കയറ്റി ഇളക്കുന്നതാണ്. ഇപ്പൊ എത്ര ടെസ്റ്റ് കഴിഞ്ഞാ നിനക്ക്? ദുബായിക്ക് വരുന്ന സമയത്ത് ഇന്ത്യ നാട്ടിൽ നിന്ന് എത്ര ടെസ്റ്റ്? നാട്ടിൽ നിന്ന് 2 ടെസ്റ്റ്. കൊറോണയുടെ പേര് പറഞ്ഞിട്ട് 2 കമ്പിട്ട് ഇളക്കി. പിന്നെ ദുബായിക്ക് വരാൻ വേണ്ടിട്ട് ഒരെണ്ണം, ദുബായിന്ന് തിരിച്ചു വന്നിട്ട് ഒരെണ്ണം, 3 വരാവനൊന്ന്, പിന്നെ ബഹ്റൈനിൽ നിന്ന് 3 ഇനിയിപ്പതാ ഇപ്പൊ എത്രാമത്തത്? മൊത്തം 10ാമത്തെ കമ്പിട്ട് ഇളക്കലാണ് ചെക്കൻ്റെ ചെയ്യാൻ വേണ്ടി പോണേട്ടാ. മൂക്കിന്റെ പാലൊക്കെ ഒരു പരുവായിട്ടുണ്ടാവും. അടുത്ത ടെസ്റ്റ് അലർജി ഉണ്ടെങ്കിൽ മൂക്കിന്റെ പാലും വിദേശയാത്ര ചെയ്യുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധക്ക് അടുത്ത ലാസ്റ്റ് ചെക്ക് പോയിന്റ് ആണത്. ലാസ്റ്റ് ചെക്ക് പോയിന്റ് വെച്ചെന്നുണ്ടാല്
നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത ലിസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് തരുട്ടാം. ഇവിടെ 1, 2, 3, 4 ഏകദേശം 12ഓളം സെൻറ്ററുകളുണ്ട്. ഈ 12 സെൻറ്ററിലാണ് നമുക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുന്നത്. നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല, അവർ വന്നിട്ട് നോക്കട്ടെ. അങ്ങനെ തന്നെ എന്ന് തോന്നുന്നുണ്ട്. കാണിച്ചു കൊടുക്കാം. ഇത്രത്തോളം 7, 8, 9, 10, 12 അല്ലേ? ഓക്കെ, 12 സെൻറ്ററുകളാണ്. നമുക്ക് 11 കുഴപ്പമില്ല. നമ്പർ 10 നമ്മളതോ അവനക്ക് നമ്പർ 10 ആണ് കൊടുത്തുള്ളത്. നമ്മൾക്ക് പറഞ്ഞു തരും. ക്ലാസ് അടച്ച് അല്ല, ഇവന് അപ്പോയിൻമെന്റ് നോക്കൂല. അപ്പോയിൻമെന്റ് അവിടുന്ന് നോക്കിയില്ലേ? ഇത്രേ 2 നമുക്ക് 2ാം നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 1, 2ാം നമ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2ാം നമ്പർ കിട്ടി. ചെക്കനെ കുത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം കുത്തും. ചെക്കൻ്റെ മൂക്കിൽ നിന്ന് കമ്പിട്ട് ഇളക്കുന്നതാണ്. അവിടെ ഇറങ്ങി വന്നിട്ട് കുത്തണാണ്. ഗോപ്രോ എടുത്താൽ മതി. മതി, അങ്ങനൊക്കെ ഇരുന്നാ മതി. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, പ്രശ്നം ഇയാൾ അനുഭവിക്കും, ഞങ്ങൾ അനുഭവിക്കൂലല്ലോ അല്ലേ? ഇതിങ്ങനെ വെച്ചാൽ ഇത് ഡോറ് തുറന്നിട്ട് വെച്ചെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തൂടെ? ഇത്ര നല്ല ഇത് കണ്ട ഉണ്ടായി H1 വണ്ടിയാണ് ഈ കാണുന്നത്. നോക്കി, ഇത്രക്കും വിസ്താരമുള്ള ഒരു വണ്ടി. ഞങ്ങള് മുദീർ ഇതാ അബ്ദുൾ റസാഖ് പോയി. ഈ ചെക്കന്റെ കൊറോണ ടെസ്റ്റ് ചെയ്ത് എല്ലാം മോക്ക നെഗറ്റീവായിട്ട് വേണം ഞങ്ങൾക്ക് തട്ടി പോയി. മുണ്ടല്ല പായ. കുത്താൻ തന്നെയല്ല, വാതില് തുറന്നു കൊടുക്കണേ. കുത്തും. ശംസീർ പൊളാണെന്ന് കാണണം. ഡ്രൈവറാണെങ്കിൽ ഡ്രൈവറിന്റെ സ്ഥലത്ത് വരും, നിന്റെ നിന്റെ അടുത്ത് വരും. അപ്പുറത്ത് നല്ല ഭയങ്കര സിമ്പിളായിട്ടാണ് അവിടെ കൊറോണ ടെസ്റ്റ് നടന്നത്. ഇറങ്ങി മൂക്കിലെടുത്ത് ക്ലിയർ ചെയ്ത്. വണ്ടി ഫ്രണ്ടി കിട്ടും. ബസ് നമ്മളെ ചെക്കനെ കുത്താൻ വേണ്ടി പോവാണേ. ഒരു നമ്പർ പറയാം. 23 97 17 50 അല്ല 57 00. പേര് പറയാം. പേര് ഷംസീർ പുളിക്കൽ സെറ്റ്. വാഹിദ്. ഇത്ര ഉള്ളൂട്ടോ പരിപാടി. ഇവിടെ നമുക്ക് നിൽക്കേണ്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ. തുറന്നുകൊടുക്കടാ. നമ്മളെ ചെക്കൻ്റെ കൊറോണ ടെസ്റ്റ് നടത്താൻ വേണ്ടി പോകും. മാസ്ക് മാറ്റും. ഇത്ര ഉള്ളൂ കേട്ടോ, ഇത്ര ഉള്ളു പണി. ഇത് മൂക്കിലല്ല ഇളക്കിയത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇത് ഇങ്ങനെ കിടക്ക്. ഹലോ, ഷംസീറിന്റെ കിളി പോയി. ഇങ്ങോട്ട് ഷംസീറിന്റെ കിളി പോയി. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഷംസീറെ? ആ പറ. ശരിക്ക് മെട്രോ എടുത്തന്നെ വെച്ച് ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടാ.
ഇത് വായിലല്ലേ അത് വായലാണ് അല്ലേ? വായന സുഖപ്പെടുത്തേണ്ട വലിയ കുഴപ്പമില്ല. ഓക്കെ. മറ്റേത് ശരിക്കും സാധാരണ നമ്മളെ മൂക്കി കൂടി ബുദ്ധിമുട്ടായിരിക്കും. അണ്ണാക്കിലേക്ക് എത്തുന്ന രീതിയിലാണ് എല്ലായിടത്തും എടുക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മളെ തൊണ്ടക്കുഴിയിലേക്കാണ് സാധനം ഇറക്കിയത്. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ ഇവിടുത്തെ ഇതൊന്നുമില്ല. ഇനി നമുക്ക് റിസൾട്ട് 12 മണിക്കൂറിന് ശേഷം നമുക്ക് റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇല്ല ഇപ്പൊ വരില്ല. ടെസ്റ്റ് അവിടെ ചെയ്തതിന് ശേഷം ഒരു 12 മണിക്കൂറിൽ എന്തായാലും റിസൾട്ട് വരും. റിസൾട്ട് തവക്കലിനായിരിക്കും നമുക്ക് വരിക. അപ്പൊ ബ്ലൂ ഉള്ളത് നമുക്ക് ഇനി ഗ്രീൻ ആയിട്ട് മാറും. ദമാമിൽ പോണം. ഓക്കെ. അപ്പൊ ഇനി ഞങ്ങള് കൊറോണ ടെസ്റ്റ് കഴിഞ്ഞ് നേരെ ജുബൈയിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ട് കാണാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ സൈനിങ് ഓഫ്. ഹായ് പറയണേ മുൻസീറേ. എന്താണ് ഞാൻ കേട്ടില്ല. നമ്മളെ കൂടെ ഉണ്ടാവട്ടെ. കൂടെയുള്ള ചങ്കാണ്.